നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കണം. നിങ്ങൾ രാവിലെ എണീറ്റ് പത്രത്തിൻ്റെ പരസ്യം നോക്കുന്നു. അതിനുശേഷം ഒരു സെല്ലറെ കണ്ടുപിടിക്കുന്നു. ആളെ വിളിച്ചു ചോദിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് നിങ്ങൾ കണ്ട പരസ്യത്തിൽ നിങ്ങൾ വീട് കൊടുക്കാനുണ്ടെന്ന് അറിയുന്നു. അതിനുശേഷം ഞാൻ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആൾ പറയുന്നു, ഞാൻ റെഡിയാണ്. സോ ഐ എം റെഡി ടു സെൽ ഇറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളോടൊരു ഭാഷയിൽ സംസാരിച്ചു അല്ലേ? അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. അതിപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ഭാഷയോ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും സംസാരിക്കും. കൂടാതെ നിങ്ങൾ സംസാരിക്കാനൊരു മീഡിയം ഉപയോഗിച്ചു. ഒന്നുകിൽ നിങ്ങളൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് ചാറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടോ പോയിട്ടുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു മീഡിയം വഴി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. എത്രയാണ് എൻ്റെ വില, സെൻറ്റിന് എത്രയാണ് മുന്നാധാരം, പിന്നാധാരം, പിന്നെന്തൊക്കെയാണ് കരമടച്ച രസീത് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പച്ചക്കറി കടയിൽ പോയി ചോദിക്കാൻ പറ്റില്ല. മുന്നാധാരം ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലേജിനെ കുറിച്ച് ചോദിക്കാം, വണ്ടിയുടെ പഴക്കത്തെക്കുറിച്ച് ചോദിക്കാം, കംപ്ലയിൻസിനെ കുറിച്ച് ചോദിക്കാം. അത് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറയാൻ പറ്റില്ല അല്ലേ? എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് സംസാരിക്കുന്നതിനും കൃത്യമായ നിയമങ്ങളുണ്ട്. അതേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭ്രാന്താന്ന് പറയും. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് ഈ കച്ചവടം നടത്തണോ പരസ്യമായി നടത്തണോ എന്നുള്ളൊരു തീരുമാനം എടുക്കാം അല്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ബിനാമിയൊക്കെ വരും, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഏതൊരു ക്ലയൻറ്റ് സെർവർ മോഡലിലും നടക്കുന്ന രീതികൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറൊക്കെ നമ്മൾ പറയും IT ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. അതും ചുമ്മാ, അതൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. നിങ്ങളൊരു രണ്ട് പാർട്ടീസ് ഇടപെടുന്ന ഏതൊരു കാര്യമുണ്ടെങ്കിലും നിങ്ങളതിനകത്ത് ക്ലയൻറ്റ് സെർവർ മോഡൽ തന്നെയാണ്, സംശയമില്ല അതിനകത്ത്. ഓക്കെ, നിങ്ങളിപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കറണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് കൊടുക്കുന്നവരാണ് സെർവേഴ്സ്, നിങ്ങളാണ് ക്ലയൻറ്റ്സ് അല്ലേ? എന്ന് പറയുമ്പോൾ ഏതൊരു സൈഡിലും ക്ലയൻറ്റും ഉണ്ട്, സെർവറുണ്ട്. എന്ന് വെച്ചാൽ ക്ലയൻറ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അവരാണ് ക്ലയൻറ്റ്, ആരാണോ കൊടുക്കുന്നത് അവരാണ് സെർവർ. ഓക്കെ, രണ്ടാമത്തെ കേസ്, നിങ്ങൾ സംസാരിച്ചതിനിടയ്ക്ക് കുറച്ച് ഭാഷ ഉപയോഗിച്ചു. ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. അതുതന്നെയാണ് ഇപ്പം ക്ലയൻറ്റ് സെർവർ IT-ലും ഈ പറഞ്ഞ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. തമ്മിൽ അറിയുന്ന ലാംഗ്വേജിനെ കമ്മ്യൂണിക്കേറ്റ് വഴി സംസാരിക്കുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ JSON ഫോമാറ്റിൽ ഉപയോഗിക്കും, അതല്ലെങ്കിൽ XML ഫോമാറ്റിൽ ഉപയോഗിക്കും. ഇത് രണ്ടുമാണ് ഇൻ്റർനെറ്റിൻ്റെ ഭാഷ. ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ ഈ രണ്ട് ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അറിവില്ല കേട്ടോ, ഒക്കെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജായി. മൂന്നാമത്തെ കേസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയം. ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങളുടെ പാക്കേജ്, നിങ്ങളുടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്, പറഞ്ഞ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളാണ്. അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ പറഞ്ഞ ഇൻഫർമേഷൻ അവിടെ കിട്ടണമെന്ന് ഉറപ്പുണ്ടോ ഇല്ലയോ, അത് പറഞ്ഞ് നിങ്ങൾക്കത് അത്ര അയാൾ റിസീവ് ചെയ്യുന്ന ഉറപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതിനകത്ത് TCP/IP എന്നൊക്കെ പറഞ്ഞ പ്രോട്ടോക്കോൾ ഉണ്ട്, UDP TCP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾസ് ഉണ്ട്. അതുകൂടാതെ പിന്നീടുള്ള കേസാന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ സംസാരിച്ചതിനകത്തൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതായത് നിങ്ങൾ കൃത്യമായിട്ടൊരു നിയമം വെച്ചിട്ടാണ് സംസാരിച്ചത്, സെൻറ്റിന് എത്രയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്, നിങ്ങൾ അതിൻ്റെ എന്താ പറയുക പറഞ്ഞ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ്. എന്നതുപോലെ നിങ്ങൾ ഏത് സെർവറോട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സെർവറിൻ്റെ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതായത് അതൊരു വെബ് സെർവർ ആണെങ്കിൽ നിങ്ങൾ HTTP പ്രോട്ടോക്കോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു ഇമെയിൽ സെർവർ ആണെങ്കിൽ നിങ്ങൾ ഫ്രം ടു ബോഡി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ FTP സെർവർ ആണെങ്കിൽ നിങ്ങൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾസ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഏത് ഫയൽ ഏത് ലൊക്കേഷനിൽ എങ്ങോട്ട് പോകണം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നതുപോലെ ഒരുപാട് പ്രോട്ടോക്കോൾസ്, നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്ന നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം നമ്മൾ പറഞ്ഞ് പ്രോട്ടോക്കോൾസ് പറഞ്ഞപ്പോൾ നമ്മൾ വെബ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ HTTP പ്രോട്ടോക്കോളാണ്. നമ്മുടെ ബ്രൗസറാണ് നമ്മളുടെ ക്ലയൻറ്റ്. അതിപ്പോൾ ഏത് ബ്രൗസർ ആയിക്കോട്ടെ, ബ്രൗസേഴ്സ് എല്ലാം ക്ലയൻസാണ്. അതേപോലെ നിങ്ങൾക്ക് അപ്പുറത്തെവിടെയോ ഒരാൾ റെസ്പോണ്ട് ചെയ്യാനുണ്ട്, അയാളെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ Nginx ആവാം, Apache ആവാം, അങ്ങനെയുള്ള പോപ്പുലർ വെബ്സൈറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് അതിലേക്ക് പോവാം.
അപ്പോൾ പ്രോട്ടോകോൾസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ HTTP പ്രോട്ടോകോൾസിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതിനകത്ത് പറയുന്നത് കുറച്ച് HTTP ഹെഡേഴ്സ് പറയും. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ IP എവിടെയാണ്, നിങ്ങളുടെ എന്ത് ഏജൻറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ക്രോം ആണോ അതല്ലെന്നുണ്ടെങ്കിൽ സഫാരി ആണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതേപോലെ തിരിച്ച് റിപ്ലൈ തരുമ്പോഴും ആ തരുന്ന ആൾ കുറച്ച് കാര്യങ്ങൾ പറയും. എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുമെങ്കിൽ കൈവച്ചോളാം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റും സെർവറും തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. ഒരാൾ ചോദിക്കുന്നു, മറ്റൊരാൾ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അത് അവസാനത്തെ കേസിൽ വരുവാണെങ്കിൽ നമ്മളെന്താ അവസാനത്ത് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് പ്രോട്ടോകോൾസ് പറഞ്ഞു. അതിനുശേഷം സെക്യൂർ ആണോ അതോ അൺസെക്യൂർ ആണോ, നിങ്ങളുടെ മെസ്സേജ് മറ്റുള്ളവർ കണ്ടാൽ കുഴപ്പമുണ്ടോ ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ HTTP ആണോ HTTPS ആണോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ TLS സെക്യൂർഡ് ആണോ, നിങ്ങളുടെ പാക്കറ്റ് ട്രാൻസ്മിറ്റിലിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ കണ്ടാൽ കുഴപ്പമില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് പറഞ്ഞ ബാങ്ക് കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സെക്യൂറായിട്ട് കൊടുക്കാൻ നിർബന്ധമാണ്. അപ്പോൾ അൺസെക്യൂർ ചാനൽസ് ഉപയോഗിക്കരുത്. അവിടെയാണ് നമ്മൾ ഈ സാധാരണ ലുലുവിൽ കിട്ടിയ ഓഫർ വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ URL HTTP ആണോ അതോ HTTPS ആണോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ അതിനകത്ത് ഡേറ്റ എൻറ്റർ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഡേറ്റ പബ്ലിക്കലി അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ ഓപ്പൺ ആയിരിക്കും. അത്രയും പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിലേക്ക് വരുമ്പോൾ നോക്കേണ്ടത്. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടേംസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നീഡി വൺ ആരാണോ അതാണ് ക്ലയൻറ്റ്. ആരാണോ നമ്മളുടെ ഡേറ്റ സെർവ് ചെയ്യുന്നത്, ഡേറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലാണ് സെർവർ. അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ലാംഗ്വേജ് ഉണ്ട്, അതാണ് JSON അല്ലെങ്കിൽ XML ഫോമാറ്റ്. അതുപോലെ തന്നെ നമുക്കൊരു മീഡിയം ഉണ്ട്, അത് ഇൻ്റർനെറ്റിലെ TCP പ്രോട്ടോകോൾസ് ആവാം, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോകോൾസാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെർവ് ചെയ്യുന്ന ആളുടെ ഭാഷയിൽ പ്രോട്ടോകോൾസ് ഉണ്ട്, അയാൾക്ക് കൃത്യമായ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ FAQs ഉണ്ട്, ആ FAQs കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ പ്രോട്ടോകോൾസ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ HTTP ആണ് നമ്മുടെ പ്രോട്ടോകോൾ, മെയിലിൻ്റെ കേസിലാണെങ്കിൽ SMTP ആണ് പ്രോട്ടോകോൾ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. റൗട്ടിങ്ങിനാണെങ്കിൽ RIP പ്രോട്ടോകോൾസ് ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ സെൻസിറ്റീവ് എത്രമാത്രം സെൻസിറ്റീവ് ആണ് നിങ്ങളുടെ ഡേറ്റ, അതിനനുസരിച്ച് നിങ്ങളുടെ HTTP ആണോ HTTPS ആണോ എന്ന് തീരുമാനിക്കും. ഓക്കെ, പിന്നെ ഏജൻറ്റ് ഫോർ ക്ലയൻറ്റ്, ഏജൻറ്റ് ഫോർ സെർവർ, അത് നമുക്ക് അതിലേക്ക് എത്താം. എന്താണ് ഒരു വെബ് സെർവർ? വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഹാർഡ്വെയറും. എന്ന് വെച്ചാൽ ഹാർഡ്വെയറിന് മുകളിലാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ സംടൈംസ് ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ റിസോഴ്സസ് കൊടുക്കുന്ന ഹാർഡ്വെയറും അതിന് മുകളിലാണ് ഈ പറഞ്ഞ വെബ് സെർവർ റൺ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു ആ വെബ് സെർവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ക്ലയൻസിൽ നിന്ന് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. യൂഷ്വലി അത് വെബ് ബ്രൗസേഴ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മാൻ പോലുള്ള API, ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റ് ടൂൾസ് ഉണ്ട് ബ്രൗസർ അല്ലാതെ. അതുപോലെ തന്നെ പ്രോസസ്സസ് ദോസ് റിക്വസ്റ്റ്, അത് ക്ലയൻറ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിട്രീവ് ഫയൽസ്, എനിക്ക് ഇന്ന ഫയൽ വേണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഫയൽ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സെൻഡ് ബാക്ക് റെസ്പോൺസസ്, എന്താണോ ചോദിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ചോദിച്ച ആൾക്ക് കൊടുക്കുക. ചിലപ്പോൾ അത് വെബ് പേജ് ആയിട്ടായിരിക്കും, HTML കോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡേറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലായിരിക്കും. അതെന്ന് വെച്ചാൽ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ മാൻ ആണ്. ആർക്കിടയിൽ ഒരു യൂസർക്കും വെബ്സൈറ്റിൻ്റെ സെർവറിനിടയിലുള്ള ഒരു മിഡിൽ മാനാണ് ഈ പറഞ്ഞ വെബ് സെർവർ. അതിൻ്റെ കോർ ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് HTTP റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യലാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ പ്രോട്ടോകോൾ മാത്രമേ HTTP ഈ പറഞ്ഞ വെബ് സെർവർ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾ അതിനകത്ത് മെയിൽ അയക്കാൻ നോക്കി കഴിഞ്ഞാൽ മെയിൽ പോവില്ല. ഓക്കെ, അതിന് മനസ്സിലാവില്ല. അതേപോലെ തന്നെ സെർവ് സ്റ്റാറ്റിക് കണ്ടൻറ്റ്. സ്റ്റാറ്റിക് കണ്ടൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ HTTP CSS അതേപോലെ ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ഏതെങ്കിലും ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അതിനെ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്താണോ അതങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ഡൈനാമിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി പറഞ്ഞാൽ റെൻഡർ ചെയ്ത് വരുന്ന സാധനമാണ്. റെൻഡറിൻ്റെ പറഞ്ഞു നിങ്ങളുടെ വേരിയബിൾസ് ആയിരിക്കും ആ കോഡിനകത്തുണ്ടാകും. ആ വേരിയബിൾസിനെ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് അതിനകത്ത് അറ്റാച്ച് ചെയ്യണം. അങ്ങനെയാണ് അതിനെ റെൻഡർ എന്ന് വെച്ചാൽ റെൻഡറിങ്ങിൻ്റെ സമയത്ത് വാല്യൂസ് എടുക്കേണ്ടാത്ത സാധനങ്ങളെയാണ് ഈ പറഞ്ഞ സ്റ്റാറ്റിക് കണ്ടൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഡൈനാമിക് കണ്ടൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം, സെർവറിൻ്റെ അപ്പ് ടൈം, നിങ്ങളുടെ ലോക്കൽ ടൈം സോൺ, പിന്നെ അതേപോലെ സെർവറിൻ്റെ IP അഡ്രസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് കണ്ടൻറ് ആണ്. എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. എന്നാൽ സ്റ്റാറ്റിക് കണ്ടൻറ് മാറ്റമൊന്നുമില്ല, അത് എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. സ്റ്റാറ്റിക് കണ്ടൻറ്റ്സിനകത്ത് നിങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ കോഡിൽ തന്നെ നിങ്ങൾ പോയി മാറ്റം വരുത്തണം.
അതേപോലെ തന്നെ വെബ് സർവേഴ്സ് ഒരു റിവേഴ്സ് പ്രോക്സി അറ്റാക്ക് ചെയ്യുന്നു. റിവേഴ്സ് പ്രോക്സി എന്താണെന്ന് നമുക്ക് പറയാം. ആ സമയത്തേക്ക് നമുക്കത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി, ഫയർ വാൾ, DDoS പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ വെബ് സർവേഴ്സാണ്. എന്ന് വെച്ചാൽ ആക്ച്വൽ നമ്മളുടെ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ത്രെറ്റ് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതൊരു ലോഡ് ബാലൻസറുമായിട്ട് ആക്ട് ചെയ്യും വെബ് സർവേഴ്സ്. നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ സർവേഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഏതിലേക്ക് റിക്വസ്റ്റ് കൊടുക്കണം എന്നുള്ളത് റൗണ്ട് റോബിൻ ഫാഷൻ വഴി അത് ഡിറ്റക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്സസ് ലോഗുകളും അതേപോലെ നിങ്ങളുടെ ലോഗ് മോണിറ്ററിങ് നടക്കുന്നത് ഈ പറഞ്ഞ വെബ് സർവർ ലെയറിലാണ്. എന്ന് വെച്ചാൽ സെർവറിലേക്ക് ആരൊക്കെ വന്നു, ഏത് സമയത്ത് വന്നു, ഏതൊക്കെയാണ് IP അഡ്രസ്, ഏത് ജിയോ ലൊക്കേഷൻ എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ പറഞ്ഞ സെർവറിലേക്കുള്ള ആക്സസ് ലോഗ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തൊക്കെ തരത്തിലുള്ള സർവേഴ്സാണുള്ളത്? ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിലൊന്ന് സ്റ്റാറ്റിക് വെബ് സർവേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഫയൽസ്, HTML, CSS, ഇമേജസ് പോലുള്ള ഫയൽസ് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പലരും ഗൂഗിൾ ഡ്രൈവിലൊക്കെ കൊണ്ടുപോയി സാധനം ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഫയൽ നമുക്ക് ലോക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാം. ജസ്റ്റ് ഒരു HTML ഫയൽ മതി അതിനകത്ത്. അതിന് ബാക്ക് ആൻഡ് ലോജിക് ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഡൈനാമിക്കലി ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ HTTP ഇതൊക്കെ എൻജിനെക്സും അപ്പാഷയുടെ HTTPയുടെയും കാഡിയും എന്ന് പറഞ്ഞാൽ, കാഡി എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ട്രെൻഡാണ്. 2015 റിലീസായതാണ്. പക്ഷെ അത് പറഞ്ഞാൽ ഡെവലപ്പർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ലോ ലെവൽ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ പെർഫോമൻസ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ അതൊരു എൻ്റർപ്രൈസ് ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. അത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഫയൽസ് സെർവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെന്ന് വെച്ചാൽ ഡൈനാമിക് വെബ് സർവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ വർക്ക്സ് വിത്ത് ആപ്ലിക്കേഷൻ സർവേഴ്സ്. ഏതെങ്കിലും PHP, പൈത്തൺ പോലുള്ള കോഡുകൾ വഴി എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളെ ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ പറഞ്ഞ ഡൈനാമിക് വെബ് സർവേഴ്സിൻ്റെ ഉദ്ദേശം. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡേറ്റ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ജനറേറ്റ് കണ്ടന്റ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടാകത്തില്ല, അതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യലാണ്, റെൻഡർ ചെയ്തിട്ടാണ് തിരിച്ചു കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ അപ്പാഷെ PHP ആയിട്ട്. അപ്പാഷെ ശരിക്കും പറഞ്ഞാൽ PHP കംപ്ലൈൻ്റ് ആണ്. ചില അറിയാം, പണ്ട് കാലത്ത് അറിയാമല്ലോ PHP വെബ്സൈറ്റാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് റിയാക്ട് വരുന്നതിന് മുമ്പ് പണ്ട് വേർഡ്പ്രസ്, ഡ്രൂപ്പാൽ, മജന്തോ പോലുള്ള PHP വെബ്സൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഓൾഡ് ഇതാണ് ടെക്നോളജിയാണ് അപ്പാഷെ. അത് ശരിക്കും പറഞ്ഞാൽ മോഡ്യൂളർ ഡിസൈനാണ്. മോഡ്യൂളർ ഡിസൈൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക. അങ്ങനെ പ്രോക്സി ചെയ്യുന്ന സമയത്തൊക്കെ പ്രോക്സി മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. എന്നാൽ എൻജിനെക്സ് എന്ന് പറഞ്ഞത് 2014 മുതൽ വന്നതാണ്. 2004 മുതൽ. അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഓൾ ഇൻ വൺ ആണ്. എല്ലാം കൂടെ അതിനകത്ത് ഇൻബിൽറ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അത് USWSG പോലുള്ള ഗേറ്റ് വേ ഇൻ്റർഫേസ് വഴി മറ്റുള്ള സർവീസിൽ ഇപ്പം പറഞ്ഞ പൈത്തണൊക്കെ പോലുള്ള സർവീസുകളെ റൺ ചെയ്യാൻ എൻജിനെക്സ് വഴി സെർവ് ചെയ്യാനൊക്കെ പറ്റും. മൂന്നാമത്തെ IIS സെർവറാണ്. അത് .NET ഫ്രെയിംവർക്ക്സ്, അതായത് വിൻഡോസ് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമുള്ളതാണ് IIS. അത് ലിനക്സിൽ റൺ ചെയ്യില്ല. അപ്പം ലിനക്സ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപ്പാഷെ അല്ലെങ്കിൽ എൻജിനെക്സ് അല്ലെങ്കിൽ കാഡിയിലേക്ക് സ്വിച്ച് ചെയ്യണം. 3 റിവേഴ്സ് പ്രോക്സി. അപ്പോൾ നേരത്തെ പറഞ്ഞു ഡൈനാമിക് കണ്ടന്റ് കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾ വേണമെങ്കിൽ പ്രോക്സി ചെയ്യാം. പ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടന്റ് ഒന്നും സെർവ് ചെയ്യുന്നില്ല, നിങ്ങൾ മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അയാൾക്ക് പറയുന്നു അയാളുടെ സർവീസും കൊടുത്തതെന്ന് വെച്ചാൽ റിക്വസ്റ്റ് വരുന്നു, അയാൾക്കൊന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നു മാത്രം. അതിനുള്ള വേറെ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് HA പ്രോക്സി. എൻജിനെക്സ് അതുപോലെ എക്സാമ്പിളാണ് HA പ്രോക്സി. അതിനുവേണ്ടി പ്രോക്സി സർവീസിന് വേണ്ടി മാത്രമുള്ളതാണ് HA പ്രോക്സി. അതിനൊരു വെബ് സർവീസായിട്ട് കാണാൻ പറ്റില്ല. ട്രാഫിക് എന്ന് പറഞ്ഞ സർവീസും ഇതേപോലെ പ്രോക്സി സെർവറാണ്. ഈ പറഞ്ഞ ക്യൂബർനെറ്റീസിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാഫിക്കാണ്. അതിൻ്റെ എൻജിനെക്സ് ഉപയോഗിക്കുന്നുണ്ട്, ട്രാഫിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്രോക്സി സർവീസസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പോപ്പുലർ വെബ് സർവീസ് പ്രൊവൈഡേഴ്സ്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാഷെ HTTP സെർവർ. അത് ഓൾഡസ്റ്റ് ആണ്, വെരി പോപ്പുലർ ആയിരുന്നു, ഇപ്പം പോപ്പുലർ അല്ല. മോഡ്യൂളർ ഡിസൈനാണ്. മോഡ്യൂളർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ, ആവശ്യമുള്ളത് എടുക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക, ഡിസേബിൾ ചെയ്യുക. എൻജിനെക്സ് ലൈറ്റ് വെയിറ്റ് ആണ്, ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്, പക്ഷേ ഫാസ്റ്റാണ്. അതാണ് ഫാസ്റ്റും ഫ്ലെക്സിബിലിറ്റിയുമാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. എന്ന് വെച്ചാൽ പെർഫോമൻസ് ആണ് ഇവരുടെ ഉദ്ദേശം. അതാണ് പറഞ്ഞ എൻജിനെക്സ് ഉണ്ടാവാനുള്ള കാരണം. അതുകൂടാതെ ഇതിനെ റിവേഴ്സ് പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നു, ലോഡ് ബാലൻസറായിട്ട് ആക്ട് ചെയ്യുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ IIS വിൻഡോസ് ബേസ്ഡ് ആണ്. ASP.NET ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് സ്പീഡ് കൊമേഴ്ഷ്യലാണ്, സ്പീഡിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് റൺ ചെയ്യുന്നത് ലൈറ്റ് സ്പീഡിലാണ്. അതിന് പേയ്മെൻ്റ് ഉണ്ട്, പർച്ചേസ് ചെയ്യണം. അത് കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പക്ഷേ ഞാൻ നോക്കിയിട്ട് ലൈറ്റ് സ്പീഡ് അവരുടെ സാധനം PHPക്ക് വേണ്ടിയിട്ട് റൺ ചെയ്തതാണ് ലൈറ്റ് സ്പീഡ്. എന്ന് വെച്ചാൽ ലൈറ്റ് സ്പീഡ് എന്തുകൊണ്ട് ഉപയോഗിച്ചെന്ന് വെച്ചാൽ അത് അപ്പാഷെ കംപ്ലൈൻ്റ് ആണ്. എന്ന് വെച്ചാൽ അപ്പാഷയുടെ കോൺഫിഗറേഷൻ മൊഡ്യൂൾസൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഉപയോഗിച്ചാണ് ലൈറ്റ് സ്പീഡ്. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലൈറ്റ് സ്പീഡിനെക്കാട്ടും നല്ലത് എൻജിനെക്സ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. അതുമല്ല, കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് അതിന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾക്ക് ഫ്രീലി അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. നാലാമത്തെ കാഡി മോഡേൺ ആണ്. ഓട്ടോമാറ്റിക് HTTPS ഉണ്ട്. അത് പറഞ്ഞ പോലെ ലെറ്റ്സ് എൻക്രിപ്റ്റുമായിട്ട് അല്ലെങ്കിൽ ലെറ്റ്സ് എൻക്രിപ്റ്റുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് HTTPS കിട്ടും. എൻജിനെക്സിലാണെങ്കിൽ അത് നിങ്ങൾ കോൺഫിഗർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണം. എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ ശരിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അറിയുന്നുണ്ടെങ്കിൽ എൻജിനെക്സ് തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ കാഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മോഡേൺ ആണ്. പക്ഷേ അതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ലോ എൻ്റർപ്രൈസസിന് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്മോൾ എൻ്റർപ്രൈസസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഡെവലപ്പേഴ്സിന് ഏറ്റവും ബെസ്റ്റാണ്. കാരണം അവർക്ക് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കാഡി ഇൻസ്റ്റാൾ ചെയ്താൽ വിത്ത് HTTPS അവർക്ക് ഈ പറഞ്ഞ കോഴ്സൊക്കെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ദി HTTP പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഇത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോകോൾ ടു ടോക്ക് ടു ദി ക്ലയൻറ്റ് സെർവർ, വെബ് സെർവറായിട്ട് സംസാരിക്കുന്നതാണ് ഈ പറഞ്ഞ പ്രോട്ടോകോൾ. ഇറ്റ് ഡിഫൈൻസ് ഹൗ ക്ലയൻസ് ആൻഡ് സെർവേഴ്സ് എങ്ങനെയാണ് ഇത് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ HTTP പ്രോട്ടോകോൾ. അത് റിക്വസ്റ്റ് റെസ്പോൺസ് ആണ്. ഒരാൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, മറ്റേ ആൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഇമെയിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇമെയിൽ എന്ന് പറഞ്ഞാൽ സെൻഡിങ് മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലൊന്നുമല്ല ഇമെയിൽ അയക്കുക എന്ന് പറഞ്ഞാൽ. അതേപോലെ FTPയും അങ്ങനെ പറയാം, സെമി HTTP എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു ബ്രൗസർ സെൻസ് എ റിക്വസ്റ്റ് വിത്ത് ഒരു മെത്തേഡ് കൊടുക്കുന്നു. എന്ത് തരം മെത്തേഡ് വെച്ച് ഈ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ നമുക്ക് APIയിലേക്ക് വരുമ്പോൾ സംസാരിക്കാം. എന്ന് വെച്ചാൽ ഫാസ്റ്റ് APIയോ അല്ലെങ്കിൽ ഫ്ലാസ്ക് APIയോ അല്ലെങ്കിൽ ജാങ്കോ ഒക്കെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പറഞ്ഞ HTTP മെത്തേഡ്സും റെസ്പോൺസ് കോഡൊക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ HTTPയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിനകത്ത് കുറച്ച് മെറ്റഡേറ്റാസ് ഉണ്ട്, ഹെഡേഴ്സ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ റിക്വസ്റ്റ് കൊടുക്കുന്ന ആൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും ഓട്ടോമാറ്റിക്കലി. ഞാൻ എൻ്റെ ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ്, എൻ്റെ കണ്ടൻറ് ടൈപ്പ് JSON ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഡേറ്റ ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരു ഡേറ്റ ഫോം സബ്മിഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡേറ്റയും കൊടുക്കും. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ഡേറ്റ കൊടുക്കേണ്ടി വരും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു യൂസർ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ബോഡി കൊടുക്കേണ്ടി വരും. ഇനി എന്ത് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം റെസ്പോൺസ് എന്താ കിട്ടുന്നത് വെച്ചാൽ സെർവറാണ് റെസ്പോൺസ് കൊടുക്കുന്നത്. റെസ്പോൺസ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ പോസ്റ്റ് സക്സസ്ഫുൾ ആണോ, നിങ്ങൾക്ക് റിസോഴ്സ് ചോദിച്ചത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നതാണ് സെർവർ സ്റ്റാറ്റസ് കോഡ്. അതുപോലെ തിരിച്ചും ഒരു ഹെഡ് കൊടുക്കും. നിങ്ങളുടെ പ്രോസസ്സ് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം റെസ്പോൺസ് കൊടുക്കുമ്പോഴും കുറച്ച് മെറ്റാഡേറ്റാസ് കൊടുക്കും. ബോഡി ആക്ച്വൽ HTML കോഡ് തിരിച്ചു കൊടുക്കും. എന്താണോ റിക്വസ്റ്റ് ചെയ്തത് അതിനെ തിരിച്ചു കൊടുക്കുന്നതാണ് റെസ്പോൺസ്. സോ വാട്ട് ആർ പോർട്ട്സ്? പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡോറാണ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയാണ് ഒരു കമ്പ്യൂട്ടറിനകത്ത്. ലെറ്റ്സ് പ്രോഗ്രാം സെൻസ് ആൻഡ് റിസീവ് നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് വെച്ചാൽ ഒരു മെഷീനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ സർവീസസ് റൺ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിൽഡിങ്ങിനകത്ത് നിങ്ങൾക്ക് n നമ്പർ ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കാം അല്ലേ. കാരണം സ്പേസ് എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൂമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. ഓരോ റൂമിനും ഓരോ ഡോറുണ്ട്. അപ്പോൾ ഈ പോർട്ട് നമ്പറിനെ നിങ്ങളൊരു വീടിൻ്റെ ഡോറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ റൂമിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസ് സ്പേസ് ആണെന്നിരിക്കട്ടെ. ഒരു ഓഫീസ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം സർവീസ് കിട്ടും. ചിലപ്പോൾ ഒരു മാളിലേക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലേക്ക് കയറി പോകുന്ന വഴി ഉണ്ടാവും, പോസ്റ്റ് ഓഫീസിലേക്ക് കയറി പോകുന്ന വഴി ഉണ്ടാവും, ഗെയിമിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സർവീസ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ കയറി പോകുന്നത്. എന്ന് വെച്ചാൽ മാളെന്ന് പറഞ്ഞതൊരു മെഷീനാണെങ്കിൽ മാളിനൊരു IP അഡ്രസ്സ് ഉണ്ടാകുന്ന പറഞ്ഞാൽ മാളിനൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്, അതിനൊരു സെർട്ടൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ കൊച്ചിയിൽ ലുലുമാളി നിൽക്കുന്നതാണെങ്കിൽ ഇടപ്പള്ളിയിലൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് നിൽക്കുന്ന സ്ഥലമാണ് IP അഡ്രസ്സ് അല്ലേ. അതിനുശേഷം IP അഡ്രസ്സിനകത്ത് എന്തുണ്ട്, ഒരുപാട് ഷോപ്പുണ്ട്. അതിനകത്തൊരു 100-100ഓളം ഷോപ്പുണ്ട്. അത് ഏത് ഷോപ്പിൽ പോകണം എന്നുള്ളത് നിങ്ങൾ ആ ഷോപ്പിൻ്റെ മാപ്പ് നോക്കണം. എന്ന് വെച്ചാൽ ലുലു മാളിൻ്റെ മാപ്പ് നോക്കണം, ഏത് ഷോപ്പ് ഏത് ഭാഗത്ത് എത്രാമത്തെ ഫ്ലോറിൽ നിന്ന് പറയണം അല്ലേ. അതിനെയാണ് ഈ പോർട്ട് നമ്പർ എന്ന് വിളിക്കുന്നത്. ആ പോർട്ടിനകത്ത് നിങ്ങൾ ആ പോർട്ട് വഴി, അതായത് ഇടപ്പള്ളിയിൽ ചെന്ന് ലുലു മാളിനകത്ത് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഫുഡ് കോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. അതാണ് ആ സർവീസ്. അതേപോലെ ഇടപ്പള്ളി ചെന്നിട്ട് നിങ്ങൾ വേറെ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാം. ഡിഫറെൻറ്റ് സർവീസാണ്. എന്ന് വെച്ചാൽ ഓരോ പോർട്ടിനും ഓരോ സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ സിസ്റ്റം ഒരെണ്ണേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. എങ്ങനെ മൾട്ടിപ്പിൾ പോർട്ട്സ് അസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കച്ചവടം ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു മെഷീൻ്റെ റിസോഴ്സിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള മൾട്ടിപ്പിൾ സർവീസിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഒരു പോർട്ട് വെച്ചിട്ട്. അപ്പോൾ എവറി ഡിവൈസ് ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ an IP അഡ്രസ് ലൈക്ക് എ സ്ട്രീറ്റ് അഡ്രസ് ഓഫ് ദി ബിൽഡിംഗ്, ബട്ട് എ സിംഗിൾ മെഷീൻ ക്യാൻ റൺ മെനി എന്ന് വെച്ചാൽ ഒരു മെഷീനിൽ തന്നെ ഒരുപാട് സർവേഴ്സ് നമുക്ക് റൺ ചെയ്യാം. മെയിൽ സെർവർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, വെബ് സെർവർ സെറ്റ് ചെയ്യാം,
FTP സെർവ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ HTTP റിക്വസ്റ്റ് ചെയ്യുന്നത് വേറൊരു പോർട്ടലാണ്, മെയിൽ സെർവർ റിസീവ് ചെയ്യുന്നത് വേറൊരു പോർട്ടലാണ്, FTP വേറൊരു പോർട്ടലാണ്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പോർട്ട്സാണ്. സോ കോൺഫ്ലിക്റ്റ് ഇല്ല. പോർട്ട് ലൈക്ക് അപ്പാർട്ട്മെൻറ്റ് നമ്പേഴ്സ് ഇൻ ദാറ്റ് ബിൽഡിംഗ്, ദേ ടെൽ ദ നെറ്റ്വർക്ക് വിച്ച് സർവീസ് ടു ടോക്ക് ടു. എങ്ങനെയാണ് സംസാരിച്ചത്. സോ ഡെലിവർ എ സർവീസ് യു നീഡ് എൻ IP. എന്ന് വെച്ചാൽ ഏതൊരു സർവീസ് വേണമെങ്കിൽ നിങ്ങൾ IP അഡ്രസ്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ ഒരു പോർട്ട് നമ്പർ കൂടെ കൊടുക്കണം, നിർബന്ധമാണ്. പക്ഷേ സാധാരണകളിൽ നിങ്ങൾ പോർട്ട് നമ്പർ കൊടുക്കാറില്ലല്ലോ വെബ്സൈറ്റിൽ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വെബ്സൈറ്റ് google.com എന്ന് സെർച്ച് ചെയ്യുമ്പം നിങ്ങൾ പോർട്ട് നമ്പർ കൊടുക്കാതെ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ബ്രൗസർ തന്നെ, അതായത് ബ്രൗസറിൻ്റെ ഫീച്ചറാണ്, ബ്രൗസർ തന്നെ തീരുമാനിക്കുകയാണ് ഏത് തരം പോർട്ടാണ് ഞാനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യേണ്ടതെന്ന് ബ്രൗസറാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് HTTP അൺസെക്യൂർ ട്രാഫിക്കിന് ഉപയോഗിക്കുന്നത് 80 എന്ന് പറഞ്ഞ പോർട്ടാണ്. അതേപോലെ തന്നെ സെക്യൂർ, നിങ്ങളുടെ ട്രാൻസാക്ഷൻ സെക്യൂറായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 443 ആണ് ഉപയോഗിക്കുന്നത്. ബൈ ഡിഫോൾട്ട് അങ്ങനെ സെർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അൺസെക്യൂറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സെക്യൂറായിട്ട് കൺവേർട്ട് ചെയ്തോളാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞ സെക്യൂരിറ്റി ചാനൽ കിട്ടുന്നത്. ദ പോർട്ട് ഈസ് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് വെൻ യു യൂസ് റൈറ്റ് കോഡ്. അതായത് നിങ്ങളുടെ ക്ലയൻറ്റ് ടൂൾ എങ്ങനെ ഏതാണെന്നുള്ള അനുസരിച്ചിരിക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോർട്ട് അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ വെബ് ബ്രൗസേഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗൂഗിൾ ക്രോം ഒക്കെ പോലെ സഫാരി പോലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ അനലൈസ് ചെയ്തോളും. ഇതിൻ്റെ പോർട്ട് ഓട്ടോമാറ്റിക്കലി അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അഡ്രസ്സാണ്. പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തുള്ള റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പോ ആയിരിക്കാം. ഇപ്പോൾ പോർട്ടും നമ്പേഴ്സും അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ 0 മുതൽ 65,535 പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെടുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ ഏതെങ്കിലും ഒരു പോർട്ടുമായിട്ട് അസൈൻ ചെയ്ത്, എന്ന് വെച്ചാൽ TCP പോർട്ടുകൾ ചില റേഞ്ച് ഓഫ് പോർട്ടുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്, UDP പോർട്ടുകൾ ചിലത് അസൈൻ ചെയ്തിട്ടുണ്ട്. വെൽ നോൺ പോർട്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സർവീസസിന് വേണ്ടി ഉപയോഗിച്ചാണ് 1023 വരെയുള്ള 0 മുതൽ 1023 പോർട്ടുകൾ. സ്റ്റാൻഡേർഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ വെബ് സർവീസസ് അങ്ങനെ പോകുന്ന DNSന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1023 മുകളിൽ എന്താണ് കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റം പോർട്ടുകളാണ്. ചിലപ്പം ഒരു ഈ പറഞ്ഞ പോലെ ഫ്ലാസ്കിൻ്റെ റൺ ചെയ്യുമ്പം 5000 കൊടുക്കാറുണ്ട്. ചില റിയാക്റ്റൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് 3000 പോർട്ടൊക്കെ അസൈൻ ചെയ്യാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കസ്റ്റം പോർട്ടാണ്. സ്റ്റാൻഡേർഡ് പോർട്ട്സിന് അപ്പുറത്തേക്കുള്ള റേഞ്ചുകൾ മാത്രമേ ഈ പറഞ്ഞ കസ്റ്റമൈസേഷനിൽ മാത്രം മാറ്റുകയുള്ളൂ. ഇതിനകത്ത് പോർട്ട് വെബ് സെർവറിൻ്റെ പോർട്ട് എന്ന് വെച്ചാൽ പോർട്ട് 80 HTTP റിക്വസ്റ്റ്. അൺഎൻക്രിപ്റ്റഡ് ട്രാഫിക് ആയിരിക്കും, അൺസെക്യൂർ ആയിരിക്കും. എൻക്രിപ്റ്റഡ് ട്രാഫിക്ക് TLS or SSL ഉപയോഗിക്കണമെങ്കിൽ 440 എന്ന് പറഞ്ഞ പോർട്ടാണ്. ഇത് നിങ്ങൾ ക്ലയൻറ്റ് അറിയേണ്ട ആവശ്യമില്ല, സെർവറിൽ കോൺഫിഗർ ചെയ്യുന്ന സാധനമാണ്. സെർവറാണ് തീരുമാനിക്കുന്നത് ഇതിനെ HTTP ആക്കണോ HTTPS ആക്കണോ എന്ന് നോക്കുന്നതാണ്. അത് നമുക്ക് എൻജിനെക്സിൻ്റെ ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് നോക്കാം. പിന്നെ കസ്റ്റം പോർട്ട്സ് എന്ന് പറഞ്ഞാൽ 8080 Apache Tomcat ആണ്, 3000 അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ വെബ് ആപ്ലിക്കേഷൻസിനൊക്കെ അസൈൻ ചെയ്യുന്ന പോർട്ടാണ് ഈ പറഞ്ഞ കസ്റ്റം അതർ പോർട്ട്സുകൾ. എന്താണ് പ്രോക്സീസ്? അപ്പം പ്രോക്സി ഇല്ലാതെ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രൗസർ ക്ലയൻ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു സെർവർ ഉണ്ട്. അത് ചിലപ്പോൾ എൻജിനെക്സിലോ അപ്പാഷിലായിരിക്കും. ഇപ്പോൾ എൻജിനെക്സ് ഒക്കെ റൺ ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Instagram ഒക്കെ ചിലപ്പോൾ എൻജിനെക്സിലായിരിക്കും റൺ ചെയ്യുന്നത്, പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഇതിനകത്ത് ഈ റേഞ്ചിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും റൺ ചെയ്യുന്നത്. ഇപ്പം ഫേസ്ബുക്ക് PHP ഉണ്ടാക്കിയ ചിലപ്പോൾ അത് അപ്പാഷിലായിരിക്കും റൺ ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ വെബ്സൈറ്റ്സ് ഇൻ ദി ഗ്ലോബൽ മാർക്കറ്റ്സ് ആർ റണ്ണിങ് ബൈ എൻജിനെക്സ്. കാരണം അത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനാണ്. നേരിട്ട് റിക്വസ്റ്റ് പാസ് ചെയ്യുന്നു, റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. എപ്പോഴാണ് പ്രോക്സീസ് വരുന്നത് പറഞ്ഞാൽ, പ്രോക്സി നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് ബ്രൗസർ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് എൻഡിനെയും നിങ്ങളുടെ ക്ലയൻറ്റിനെയും ഇടയിൽ വരുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ് സെർവറിനും നിങ്ങളുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷനും ഇടയിൽ വരുന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ? അതായത് ഞാനത് വരച്ച് കാണിക്കാം. എവിടെ ഡ്രോയിങ് ടൂൾ? സോ ഡ്രോ മൈ ഫേവറേറ്റ് ടൂൾ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് എൻഡ് സിസ്റ്റം ഉണ്ട്. ബാക്ക് എൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതിനുശേഷം ബാക്ക് എൻഡിനിടയിലൊരു വെബ് സെർവറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോക്സി ഇല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ ട്രാഫിക് ഇങ്ങനെ വരുന്നു, ട്രാഫിക് ഇങ്ങോട്ട് കൊടുക്കുന്നു, അതേപോലെ തിരിച്ചും വാങ്ങിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ കേസിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലയൻ്റ് ഉണ്ട്, ക്ലയൻറ്റിൻ്റെയും
ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് പറഞ്ഞ വെബ് സെർവർ. വീണ്ടും ഇവിടെ തന്നെ ബാക്ക് ഉണ്ട്. പ്രോക്സി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ് സെർവറിൻ്റെയും ക്ലയൻറ്റിൻ്റെ ഇടയിൽ വരുന്നതാണ് പ്രോക്സി. ഓക്കെ, പ്രോക്സികൾ രണ്ടായിട്ട് തിരിക്കാം. എന്തിൻ്റെ ബേസിലാണ്? എന്താണ് പ്രോക്സി, ആരുടെ കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അത് ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കും, ചിലപ്പോൾ സെർവറിൻ്റെ കൂടെ നിൽക്കും. അതിനനുസരിച്ച് തന്നെ രണ്ടായിട്ട് തിരിക്കാം. അതിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറയാം. വീണ്ടും ആ ഒരു കഥയിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരിട്ടൊരു പത്രത്തിൽ കണ്ടു, പരസ്യം കണ്ടു, നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്തു, ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്ന ആളെ വിളിച്ചു. അയാൾ നിങ്ങൾ തമ്മിൽ കച്ചവടം നടന്നത് നിങ്ങൾ തമ്മിലാണ്, രണ്ടുപേരും തമ്മിൽ. എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് പോയി നോക്കാനോ നിങ്ങൾക്ക് വിളിക്കാനോ സമയമില്ല. ആസ് എ ക്ലയൻറ്റ്, നിങ്ങൾ ക്ലയൻ്റാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് വിളിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് പത്രത്തിൽ നോക്കാൻ പാടില്ല. നിങ്ങൾ പറയുകയാണ്, ഒരു തൊട്ടടുത്തൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ അടുത്ത് പറയുകയാണ്, എനിക്കൊരു വീട് വേണം, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരണം, എൻ്റെ റിക്വയർമെൻറ്റ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് അയക്ക് കൊടുക്കുകയാണ്. പിന്നെ അയാൾ ചെയ്തെന്താണ്, നിങ്ങളുടെ ബിഹാഫിൽ, അതായത് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ക്ലയൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാൾ ഇനി കച്ചവടം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്കിനി ഒരു പ്രോപ്പർട്ടി വേണം എന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ പരസ്യങ്ങൾ നോക്കി നടക്കും. അയാൾക്ക് കിട്ടുന്ന സമയത്ത് അയാൾ നിങ്ങളുടെ അടുത്ത് പറയും, വേണ്ട എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ് ആ പറഞ്ഞ ബ്രോക്കർ. അയാളെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് പ്രോക്സി. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വസ്റ്റ് നിങ്ങളുടെ ബിഹാഫിൽ ഫോർവേഡ് ചെയ്യുന്നു. ഉദാഹരണം, നിങ്ങൾക്ക് ഇപ്പം കോൾ ഫോർവേഡിങ് ഓപ്ഷൻ ഉണ്ട് മൊബൈൽ ഫോൺസിന്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയൽ ചെയ്യേണ്ടത് വേറെ ഏതോ നമ്പറിലാണ്, പക്ഷേ നിങ്ങളിപ്പം ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു, ആ ഡയലിൻ്റെ നമ്പർ നിങ്ങൾ പറയാണ്, എനിക്ക് ഈ നമ്പർ കിട്ടിയില്ലെങ്കിൽ വേറെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മറ്റൊരു നമ്പറോട് കൊടുക്കും, കോൾ ഫോർവേഡിങ് ഓപ്ഷനോട് കൊടുക്കും. അതുപോലെ മെയിൽ ഫോർവേഡിംഗ് ഉണ്ട്. നിങ്ങൾ നേരത്തെ നിന്ന വീട്ടിൽ നിങ്ങൾ താമസം മാറി, അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഓണർത്ത് പറയാണ്, എനിക്ക് വരുന്ന കത്തുകൾ എൻ്റെ വേറൊരു അഡ്രസ്സ് ഞാൻ തരാം, അതിലേക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബിഹാഫിൽ, അതായത് ക്ലയൻറ്റിൻ്റെ ബിഹാഫിലാണ് ആ പറഞ്ഞ പ്രോക്സി വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് പറഞ്ഞ ഫോർവേഡ് പ്രോക്സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് പ്രോക്സിയുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഫോർവേഡ് പ്രോക്സി സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലയൻറ്റ്, അതായത് ക്ലയൻറ്റിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ സാധനം നിൽക്കുന്നത്. ദ ക്ലയൻറ്റ് കണക്ട്സ് ടു പ്രോക്സി ആൻഡ് പ്രോക്സി ഫോർവേഡ് ടു ഇൻ്റർനെറ്റ്. ഇയാളായിരിക്കും പിന്നീട് ആ പറഞ്ഞ കണക്ഷൻ, എന്ന് വെച്ചാൽ സെർവർ കാണുന്ന ആരെയാണ്, ഫോർവേഡ് പ്രോക്സിയാണ്. നിങ്ങൾ അതിൻ്റെ പുറകിലുണ്ടെന്ന് അയാൾക്ക് അറിയത്തില്ല, സെർവറിന് അറിയത്തില്ല. അപ്പോൾ ഇയാൾ കൊടുക്കുന്ന റിക്വസ്റ്റ് അതിങ്ങോട്ട് കൊടുക്കും, അതിങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഫ്രം ദി സെർവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ദ പ്രോക്സി ഈസ് എ ക്ലയൻറ്റ്, ഇയാളാണ് ക്ലയൻറ്റ്. ഓക്കെ, നിങ്ങളെ കാണുന്നില്ല, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് പുതിയ കച്ചവടക്കാരൻ. എന്ന് വെച്ചാൽ സാധനം വാങ്ങിക്കാൻ വന്ന അയാളാണെന്ന് പറഞ്ഞിരിക്കുക, അയാളൊന്നും പറയത്തില്ല, അയാൾ പറ്റിക്കോ എന്തോന്ന് അറിയാൻ പാടില്ല. ഓക്കെ, പറ്റിക്കത്തില്ല നിർദ്ദേശിക്കാം. എന്താണ് യൂസ് കേസ് എന്ന് വെച്ചാൽ പ്രൈവസി ആൻഡ് അനോണിമസ്. എന്ന് വെച്ചാൽ ക്ലയൻറ്റിനെ അവോയ്ഡ് ചെയ്യുന്നത്. ഇതിവിടെയാണ് പറഞ്ഞ ബിനാമികൾ വരുന്നത്. നിങ്ങളുടെ ശരിക്കുമുള്ള കച്ചവടക്കാർ ആരാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂരൊക്കെ വന്ന് വാങ്ങിക്കും, വേറൊരാളുടെ പേരിൽ, മോഹൻലാലിൻ്റെ പേരിലൊക്കെ വാങ്ങിക്കുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരാണ് അയാളുടെ ഫോർവേഡ് പ്രോക്സി. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ആൻ്റണി സൈൻ ചെയ്ത് അവിടെയാണ് അയാളുടെ പേരിലാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താ, പ്രൈവസി ആൻഡ് അനോണിമിറ്റി, മറ്റേ ആളുടെ ക്ലയൻറ്റിനെ അനോണിമസ് ആക്കി വെക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ദ ക്ലയൻറ്റ്സ് ഡേറ്റ. കോണ്ടന്റ് ഫിൽറ്ററിങ്, ബ്ലോക്ക് സർട്ടൺ വെബ്സൈറ്റ് ഫോർ എംപ്ലോയീസ് ഓർ സ്റ്റുഡൻസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും പിന്നെ അയക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് നോക്കിയതിന് ശേഷമായിരിക്കും അയക്കുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോക്സി ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്കൂളുകളിലുണ്ടാകും. ആ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട വെബ്സൈറ്റുകൾ മാത്രം കണ്ടാൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ ഫിൽറ്ററിങ് നടത്താം. കാരണം ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഇയാളിലൂടെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞാൽ പറ്റിക്കപ്പെടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പൈസ കടിച്ചു മാറ്റാം, കുഴപ്പമില്ല. അപ്പോൾ ചില ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ട് അയാൾ നോക്കിയിട്ടായിരിക്കും ചിലപ്പം അകത്തേക്ക് കയറ്റി വിടാം. മൂന്നാമത്തെ കേസ് ക്യാഷിങ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത് യൂസേജ് കുറയ്ക്കാൻ വേണ്ടി ചില ഡേറ്റ ഇയാൾ ക്യാഷ് ചെയ്ത് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഡേറ്റ എന്താണെന്ന് അയാൾക്ക് ഏകദേശം അറിയാം. അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ ഓൺ ബിഹാഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾ തന്നെ പറയും, ഇയാളുടെ പാറ്റേൺ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാൾ തീരുമാനം എടുത്തോളും. പിന്നെ ജിയോ റെസ്ട്രിക്ഷൻസ്, ബൈപ്പാസ് ലൊക്കേഷൻ ബ്ലോക്സ്. ചില സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചില ലൊക്കേഷൻസിൽ കിട്ടത്തില്ല. അത് നിങ്ങളുടെ ജിയോ ലൊക്കേഷൻ റെസ്ട്രിക്ഷനാണ്. എന്ന് പറയുകയാണ്, ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോൾ ഹോട്ട്സ്റ്റാർ കാണാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള യൂസേഴ്സിന് മാത്രമേ ഹോട്ട്സ്റ്റാർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോക്സി ഉപയോഗിക്കും. ഇപ്പോഴും പ്രോക്സി ഉപയോഗിച്ചാലും കിട്ടത്തില്ല, അതും ബ്ലോക്ക് ചെയ്തു. അപ്പോൾ പ്രോക്സി വഴിയാണോ ആ ട്രാഫിക് വരുന്നുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർ വീണ്ടും പറയുന്നു, നിങ്ങളല്ല
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് പുറകെ ഇരിപ്പുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കത്തില്ല. ഇപ്പോൾ ജിയോ റെസ്ട്രിക്ഷനും പറ്റും ഈ പറഞ്ഞ ഫോർവേഡ് പ്രോക്സി വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനും പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സ് പ്രോക്സി. റിവേഴ്സ് പ്രോക്സി എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു പ്രോക്സി എന്ന് പറഞ്ഞത്, ഫോർവേഡ് പ്രോക്സി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ സൈഡിലാണ്, ക്ലയൻറ്റിൻ്റെ ബിഹാഫ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ഒക്കെ വരുവാണെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് വരുവാണെങ്കിൽ എനിക്ക് കുറേ യൂണിവേഴ്സിറ്റി പഠിക്കണം, ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് എവിടെയാണ് ഫീസൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഇതാ, ഞങ്ങൾ നോക്കണം. അപ്പോൾ പറയാം നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റികളെ നോക്കും, കുറേ യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ പൈസയൊക്കെ നോക്കിയതിന് ശേഷം, അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയതിന് ശേഷം അവർക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കും. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ മറ്റ് പല ടീമുകളുണ്ട്. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന ടീമുകളുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് എങ്ങനെയും ചാടി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പം വർക്ക് ചെയ്യുന്നത് സെർവറിൻ്റെ കൂടെയാണ് അവർ വർക്ക് ചെയ്യുക. ഉദാഹരണം നമ്മൾ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു സെർവറും ഉണ്ട് ക്ലയൻറ്റും ഉണ്ട്. നേരത്തെ പറഞ്ഞു ക്ലയൻറ്റിൻ്റെ കൂടെ നിന്നപ്പോഴാണ് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ഇത്തവണ പോയി വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സെർവറിൻ്റെ കൂടെയാണ്. അപ്പോൾ സെർവറിൻ്റെ അടുത്ത് പോയി ചോദിക്കും, സെർവർ പറയും എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇത്രയും വരുന്നത്, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, എനിക്കിത് തലവേദനയാണ്, എനിക്ക് ഇതിനകത്ത് പല കോളുകളും ആൾക്കാർ ആവശ്യമില്ലാതെ വിളിക്കുന്നതാണ്, എനിക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു മാനേജർ വേണമെന്ന് പറഞ്ഞൊരു മാനേജർ വെക്കുന്നു. അപ്പം ക്ലയൻറ്റ്സ് വരുന്നു, കോൾ വരുന്നു. ആ കോൾ വരുന്ന സമയത്ത് മാനേജറിൻ്റെ അതിലേക്ക് വരുന്നു. അപ്പം മാനേജറിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് ഫിൽറ്ററിങ് നടത്തുന്നു. അയാൾ പറയും എല്ലാം ഞാൻ നോക്കട്ടെ, ഏത് ലെജിറ്റിമേറ്റ്, നിങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടതാണോ, പ്രോപ്പർട്ടി വേണ്ട, നിങ്ങളെ പൈസ ഉണ്ടെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കയറി വരിക, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോകും, നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ PA കണ്ടിട്ടില്ലേ, ചില മന്ത്രിമാരുടെ PA എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് അത്രയും ലോഡ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫോർവേഡ് പ്രോക്സി, റിവേഴ്സ് പ്രോക്സി അവിടെ നിൽക്കുന്നു. ആ റിവേഴ്സ് പ്രോക്സിയാണ് അകത്തേക്ക് വിടണോ വേണ്ടോ എന്നുള്ള ഫിൽറ്ററിങ് നടത്തുന്നത്. ഇവിടെ നിന്നാണ് മോണിറ്ററിങ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നേരിട്ട് ഹിറ്റ് മന്ത്രിയിലേക്ക് എത്തത്തില്ല. ഓക്കെ. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഏജൻസ്, കോളേജിൻ്റെ ഏജൻസ് ഉണ്ട്. ആ കോളേജിൻ്റെ ഏജൻസ് വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിക്ക് അധികം ലോഡ് കൊടുക്കാതെ, യൂണിവേഴ്സിറ്റിയുടെ കുറേ ടാസ്കുകളെല്ലാം ഏജൻസി ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യലും സ്റ്റുഡൻറ്റിനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം റിവേഴ്സ് പ്രോക്സി ഈ ഏജൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് റിവേഴ്സ് പ്രോക്സി. അത് എന്താണെന്ന് വെച്ചാൽ സെർവറിൻ്റെ മുന്നിലായിരിക്കും ഇരിക്കുന്നത്, ക്ലയൻറ്റിൻ്റെ മുന്നിലല്ല. എന്ന് വെച്ചാൽ ക്ലയൻറ്റ്സ് തിങ്സ് ദേ ആർ ടോക്കിംഗ് ടു ദ ഡയറക്ട്ലി. എന്ന് വെച്ചാൽ നമ്മൾ അറിയിക്കുന്നത് ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഏതോ സ്റ്റാഫാണെന്ന് പറഞ്ഞിരിക്കുമായിരിക്കും, അത് വിചാരിക്കും എന്നെ സാറെന്നൊക്കെ വിളിക്കും, പക്ഷേ ഞാനായിരിക്കത്തില്ല ശരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ റിക്വസ്റ്റ് കോളേജിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞേക്കുന്ന എന്താണോ യൂണിവേഴ്സിറ്റി ഗൈഡ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയത്തുള്ളൂ. അപ്പോൾ അവർ ക്ലയൻറ്റ് വിചാരിക്കുന്നത് എന്നോടാണ് സംസാരിക്കുന്നത്, ഞാനാണ് ശരിക്കും പറഞ്ഞാൽ കോളേജിൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ സെർവർ എന്ന് വിചാരിക്കും. അതുപോലെ എന്താ പ്രോക്സി ഡിസൈഡ്സ് വിച്ച് ബാക്ക് ആൻഡ് സെർവർ. അപ്പോൾ ഞാൻ മിഡിൽ മാൻ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 100 യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റികളുടെ മുന്നിൽ ഞാനായിരിക്കും നിൽക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റി പഠിച്ചോളൂ എന്ന് പറയുന്നത് ഞാനാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എനിക്ക് വരുന്ന റിക്വസ്റ്റിനെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണെന്നുള്ളത് ഫോർവേഡ് ചെയ്യുന്നത് ഞാനാണ്, അല്ലാതെ അവർക്ക് നേരിട്ട് തീരുമാനിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം എന്നിലേക്ക് സംസാരിക്കുന്നു, ഞാൻ ആ റിക്വസ്റ്റ് എവിടെ വേണമെന്നുള്ളത് പാസ് ചെയ്യുന്നു. എൻജിനെക്സ് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ASX.com നിങ്ങൾ ക്ലയൻറ്റ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആദ്യം ASX.com മുന്നിൽ എൻജിനെക്സ് ഉണ്ട്. അപ്പം അത് 443 അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ റിക്വസ്റ്റിനെ ഏതൊരു ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള അടുത്ത സെഷനിൽ. അപ്പോൾ ഇതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ലോഡ് ബാലൻസർ ആക്ട് ചെയ്യുന്നു. വെച്ചാൽ 100 യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്ന ലോഡിനെ ഒരാൾ എന്താ പറയുക കൗൺസിൽ ചെയ്യുന്നു. ആ കൗൺസിൽ ചെയ്തതിന് ശേഷം ആ റിക്വസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് റിക്വസ്റ്റ് അക്രോസ് മൾട്ടിപ്പിൾ സെർവേഴ്സ്. പിന്നെ സർവേ എന്ന് വെച്ചാൽ പറഞ്ഞില്ല, PA ആണ്, മന്ത്രിയിലേക്ക് ഹിറ്റ് വരാതെ സൂക്ഷിക്കുന്നു, സെക്യൂരിറ്റി ഇത് ഹിറ്റ് ചെയ്യുന്നു. ബാക്ക് എൻഡിൽ മന്ത്രി എവിടെയാണ് ഇരിക്കുന്നത്, എപ്പോൾ ഉറങ്ങുന്നതൊന്നും പറയുന്നില്ല. സോ ഫിൽറ്റർ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറ്റി വിടുന്നുള്ളൂ. അതുപോലെ TLS ടെർമിനേഷൻ നിങ്ങളുടെ സെക്യൂരിറ്റി എവിടെയാണ് തീരുന്നത് വെച്ചാൽ റിവേഴ്സ് പ്രോക്സി തീരുന്നിടത്താണ്, പ്രോക്സിയുള്ളിടത്താണ് നിങ്ങളുടെ റിക്വസ്റ്റ് ടെർമിനേറ്റ് ആകുന്നത് വെച്ചാൽ സെർവറിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വിടുന്ന റിക്വസ്റ്റിനെ FAQs ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നിൽ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പുറകിലോട്ട് വീണ്ടും പോയി ചോദിക്കേണ്ട അതിൻ്റെ സംശയങ്ങൾ ഇത് നിങ്ങൾക്ക് തന്നെ അത് കൊടുക്കാൻ പറ്റും. പാത്ത് റൗട്ടിങ് നിങ്ങൾക്ക് എങ്ങോട്ടാണ് വരേണ്ടത്. ഇപ്പോൾ സ്റ്റാറ്റിക് പേജിലേക്കാണ് പോകേണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് പാത്തും, അതല്ല ആപ്ലിക്കേഷൻ APIയിലേക്കാണെങ്കിൽ വേറൊരു പാത്തും. എന്ന് വെച്ചാൽ 2-3 റൗട്ടുണ്ട്. അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ വഴിതിരിച്ചു വിടാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നിലാണ് നിൽക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനും പറ്റും ആരൊക്കെ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞ പ്രോക്സി ലെയറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അവരെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. സോ
റിവേഴ്സ് പ്രോക്സി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിവേഴ്സ് ആൻഡ് ഫോർവേഡ് പ്രോക്സി. എൻജിനെക്സ് ഒരു റിവേഴ്സ് പ്രോക്സിയാണ്. അതുപോലെ തന്നെ ട്രാഫിക്, അതേപോലെ HA പ്രോക്സി, ഇതൊക്കെ റിവേഴ്സ് പ്രോക്സീസാണ് വർക്ക് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് പ്രോക്സീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ജാമറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിൽറ്ററിങ് ടൂളൊക്കെ വെക്കുന്ന സാധനമാണ്. ഇതിപ്പം സോഫ്റ്റ് ടൂൾസ് ഒരുപാടുണ്ട്, ഈ പേരറിയത്തില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് വെർച്വൽ ഹോസ്റ്റിംഗ്. വെർച്വൽ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിംഗ് മൾട്ടിപ്പിൾ വെബ്സൈറ്റ് ഉള്ള സിംഗിൾ സെർവർ. ഞാൻ നേരത്തെ പറഞ്ഞു സെർവറിനകത്ത് ഒരു IP ഉണ്ടാവുള്ളൂ. IPയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ സർവീസ് റൺ ചെയ്യാം. അതേ കൂടാതെ തന്നെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാനും പറ്റും. ഒരു IP ഉള്ളൂ, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യും, ഓരോ സെർവറിന് ഒരു IP ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ IP സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വെർച്വൽ ഹോസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് ക്രൂഷ്യൽ വെൻ വൺ സെർവർ ഹാൻഡിൽ ഒരുപാട് സൈറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹോസ്റ്റിംഗറൊക്കെ ചെയ്യുന്നത് വെർച്വൽ ഹോസ്റ്റിംഗ് ആണ്. അതിനകത്ത് സർവീസ് ഹോസ്റ്റിംഗ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് IP ബേസ്ഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റിനും ഓരോ IP കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോന്നും വാങ്ങിക്കേണ്ടി വരും, അത് വെരി എക്സ്പെൻസീവ് ആണ്. ഓരോ വെബ് സെർവറും ഓരോ IPയിൽ ലിസൺ ചെയ്യുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യാം. അത് ഒരു സെയിം IP ആയിട്ട് അത് കൺവേർട്ട് ആയിക്കോളും. എന്ന് പറഞ്ഞാൽ SSL റിക്കോർഡ് ഓരോ IPക്കും SSL വെക്കേണ്ടി വരും, അതും എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ IP ബേസ്ഡ് ഹോസ്റ്റിംഗ് ഒരിക്കലും ചെയ്യില്ല. രണ്ടാമത്തെ നെയിം ബേസ്ഡ് ഹോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഉണ്ടാവും, IP ഒന്നേ ഉണ്ടാവുള്ളൂ. ഹോസ്റ്റ് ഹെഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വെബ് സെർവറിൻ്റെ ഡൊമൈൻ നെയിം അത് മെൻഷൻ ചെയ്ത് കൊടുക്കും. ഇതെന്താണെന്ന് നോക്കണ്ട, അത് പിന്നെ നോക്കിയാൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ പോർട്ട് ബേസ്ഡ് ഹോസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഓരോ പോർട്ടിലും IP ഒന്നും ഉണ്ടാവുള്ളൂ, പക്ഷേ ഡിഫറെൻറ്റ് പോർട്ടിൽ നിങ്ങൾക്ക് ലിസൺ ചെയ്യാം. നേരത്തെ പറഞ്ഞില്ല API, App 1, App 2 എന്ന് പറഞ്ഞ സാധനം സെയിം ബട്ട് ഡിഫറെൻറ്റ് പോർട്ട്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ example.com 88 റൺ ചെയ്യുന്നുണ്ടാവും, അതൊരു വെബ് സർവീസാണ്. 90 വേറെ റൺ ചെയ്യുന്നുണ്ടാവും. ഇതിപ്പം ഡോക്കറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോർട്ട് ബേസ്ഡ് വെർച്വൽ ഹോസ്റ്റിംഗ് ഉണ്ട്. കാരണം എൻജിനെക്സ് ഒരു ഫോർവേഡിംഗ് പ്രോക്സി ആയിട്ട് റിവേഴ്സ് പ്രോക്സി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ റീഡയറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു പോർട്ട് ബേസ്ഡ് ഹോസ്റ്റിംഗിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നു. റെയർലി യൂസ് ഫോർ പബ്ലിക് API ഫോർ ഇൻറ്റേർണൽ സർവീസിന് ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ ക്യൂബർനെറ്റിസും ഡോക്കറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ പോർട്ട് ബേസ്ഡ് വെർച്വൽ ഹോസ്റ്റിംഗ്. സോ ദാറ്റ്സ് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ എൻജിനെക്സിനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻജിനെക്സിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണം, കാരണം എൻജിനെക്സ് ഒരു പവർഫുൾ ടൂളാണ്. നിങ്ങൾക്ക് ലോഡ് ബാലൻസർ അറ്റാക്ക് ചെയ്യാം, റിവേഴ്സ് പ്രോക്സി ആക്ട് ചെയ്യാം, വെബ് സെർവർ ആക്ട് ചെയ്യാം, പിന്നെന്താണ് ഒരു API ലെയർ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഉപയോഗമുള്ള സാധനമാണ് പറഞ്ഞ എൻജിനെക്സ്. പാഷ എടുക്കുന്നില്ല, കാരണം ഇനിയിപ്പോൾ പാഷയിലേക്ക് നോക്കണ്ട, കാരണം എൻജിനെക്സിന് തന്നെ പറഞ്ഞ പവർഫുൾ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എൻജിനെക്സ് തന്നെ സ്കിപ്പ് ചെയ്യാം. സോ കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിൽ നമുക്ക് എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷൻ, അതേപോലെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റീവ്സിനെ കുറിച്ച് നോക്കാം. ഇതിന് ശേഷം ഒരു സാമ്പിൾ വെബ്സൈറ്റ് വെർച്വൽ ഹോസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നല്ല, ഒരു 3-4 ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വെർച്വൽ ഹോസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഡൊമൈൻ നെയിം ബേസ്ഡ് ഹോസ്റ്റിംഗ് എങ്ങനെയാണ്, അതേപോലെ തന്നെ പോർട്ട് ബേസ്ഡ് ഹോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, so thank you very much. See you in the next one.